ഓദയാമയ പരാത്പര ശരണജപങ്ങളോടെ നിൽക്കവേ ഗണപതി പാരിന്റെ അധിപതി കുമ്പാർന്നുണരണമന്തിൽ തന്നെ തുമ്പിക്ക് ചേർക്കണം നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണ്. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിയണിയുന്നു. എൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു, അമ്മക്കൊരു ഹലോ വെച്ചു. എൻ്റെ നാക്കൊക്കെ ഇറങ്ങി. എനിക്ക് എന്താ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് പറഞ്ഞു അടിപൊളിയാണ് നിങ്ങളെല്ലാവരും, ഞാൻ പാട്ടൊക്കെ കാണാറുണ്ട്, സൂപ്പറാണ്, നിങ്ങളുടെ എല്ലാവരുടെയും വൈബ് എല്ലാവരും ഒരുമിച്ച് ഭയങ്കര രസമാണ് കാണാനൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും ഈ ഒരു ഭജൻ ഇത്രയും കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക്? ഓഡിയൻസ് ഇല്ലായ്മ. നമ്മൾ പോയിട്ട് നമ്മൾ മാത്രമുള്ള രീതിയിൽ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ തന്നെ പറയാൻ അറിയില്ല, നന്ദഗോവിന്ദം ഇല്ല, നന്ദഗോവിന്ദം ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നില്ല, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഈ എനർജി തന്നെ പാടും. 2 മണിക്കൂർ എന്നാലും പാടും. മറ്റേ മേളിലേക്ക് പൊടിയിട്ട താഴെ വീഴത്തില്ലാതെ ജനമായിരിക്കും. അന്ന് ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ 4 വാതിലും അടച്ചിടേണ്ടൊരവസ്ഥ ഉണ്ടാവുന്നത് ആളുകൾ വന്നിട്ട്. അത് നന്ദഗോവിന്ദത്തിന്റെ പ്രോഗ്രാമിലൂടെയാണ്. ഭജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ഭയങ്കര മോശമായിട്ട് വന്ന ഒരു പോസ്റ്റാണ്. പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരോട് പറയാനുള്ളത്, ഞങ്ങൾ ഭജന പാടി ഇത്ര നാൾ നടന്നത് 25 വർഷം മുന്നേ ഉള്ള എന്താണോ അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ അത് BJP സപ്പോർട്ടുള്ള ഉണ്ടാവും, കോൺഗ്രസ് സപ്പോർട്ടുള്ളവരുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്സും ഇല്ല. നമസ്കാരം, ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. പതിവിലും കുറച്ചധികം സന്തോഷമായിട്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. അതിന് കാരണം എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഗസ്റ്റുകൾ തന്നെയാണ്. 10-20 കേൾവിക്കാർ മാത്രം ഉണ്ടായിരുന്ന വേദികളിൽ നിന്ന് ഇന്ന് ജനലക്ഷങ്ങളാണ് ഇവരുടെ ഒരു പ്രോഗ്രാം കാണാൻ, അല്ലെങ്കിൽ ഇവരൊരു പാട്ട് കേൾക്കാൻ, ഇതിലൊക്കെ അപ്പുറം ഇവരൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വരുന്നത്. അതിന് കാരണം ഇവരുടെ 25 വർഷത്തെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും തന്നെയാണ്. ശ്രീദുർഗ ഭജൻസായി തുടങ്ങി ഇന്ന് നന്ദഗോവിന്ദം എന്നൊരു ബ്രാൻഡായി മാറിയിട്ടുള്ള നന്ദഗോവിന്ദം ഭജൻസാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദി ഷോ. ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ ആദ്യം ഈ ഇന്റർവ്യൂ സംസാരിച്ച് തുടങ്ങിയത്. പല കാരണങ്ങൾ കൊണ്ടും അതിങ്ങനെ മാറിപ്പോയി അവസാനം ഇന്നിവിടെ അത് നടക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിങ്ങനെ കേൾക്കുമ്പോഴും ഒക്കെ. അപ്പം എനിക്ക് ആദ്യം തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും എനിക്കറിയാമെങ്കിൽ പോലും, എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ജാങ്കോ സ്പേസിൻ്റെ ഓഡിയൻസിൽ ആർക്കെങ്കിലും പേരുകൾ എന്തെങ്കിലും ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേര് മാത്രം പറഞ്ഞാൽ മതി. ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് പേര് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. എൻ്റെ പേര് ഹരികൃഷ്ണൻ, മാന്നാറാണ്. ഞാനും ഹരികൃഷ്ണൻ തന്നെയാണ്. രണ്ട് ഹരികൃഷ്ണൻ. തിരുവഞ്ചൂരാണ് സാർ. തിരുവഞ്ചൂർ. ഓക്കെ. നവീൻ കോട്ടയം. ഞാൻ രാജേഷ് എറണാകുളം. ഉണ്ണികൃഷ്ണൻ കോട്ടയം. പ്രവീൺ കോട്ടയം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു കേട്ടോ, വരുന്ന സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും അറിയാം, എങ്കിലും ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ, നമ്മൾ കുറച്ച് കേൾവിക്കാരൊക്കെ ആയിട്ട് തുടങ്ങിയിരുന്നൊരു വേദികളിൽ നിന്ന് ഇപ്പം ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാം അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്പലപ്പുഴക്കാരി ആയതും കൂടെ കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ അടുത്തറിയുന്നത് അവിടുത്തെ ഒരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ 4 വാതിലും അടച്ചിടേണ്ടൊരവസ്ഥ ഉണ്ടാവുന്നത് ആളുകൾ വന്നിട്ട്. അത് നന്ദഗോവിന്ദത്തിൻ്റെ പ്രോഗ്രാമിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ജേണി നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നവീൻ ചേട്ടൻ തന്നെ പറഞ്ഞു. അല്ല, അത് നമ്മളെല്ലായിടത്തും പറയുന്ന പോലെ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്, ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങളിതൊന്നും തുടങ്ങുന്നത്, ഇത്രയൊക്കെ ആകുമെന്ന്. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു. അപ്പം അത് ദൈവാനുഗ്രഹം നല്ലാണ്ട്, പിന്നെ എല്ലാവരുടെയും എഫേർട്ട്, എല്ലാവരുടെയും ആ ഒരു ഡെയിലിയുള്ള പ്രയത്നം. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മനസ്സിലായി. ഇപ്പം ഞാൻ പൊതുവെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പണ്ട് ഒരു സ്വപ്നം ഉണ്ടാവും ഉറപ്പായിട്ടും. ഇപ്പം ഇവിടെ നിൽക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഈ ലെവലിൽ നിന്നുകൊണ്ടും വേറൊരു സ്വപ്നം കാണുന്നുണ്ടാവും. ഇത് രണ്ടും എങ്ങനെയാണെന്ന് പറയുമോ?
കാര്യം ആ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് തന്നെ റെഫറൻസ് നോക്കിയപ്പം നവീൻ ചേട്ടൻ്റെ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ വലുതാണ്. പഴയ ഇൻ്റർവ്യൂവിൽ ഇല്ലെങ്കിൽ പഴയ വീഡിയോസിൽ കാണുന്ന ഒരാളെ അല്ല ഇപ്പം. അപ്പം അന്നത്തെ ഒരു സ്വപ്നവും ഇന്നത്തെ ഒരു സ്വപ്നവും അന്നത്തെ സ്വപ്നമായിരുന്നു ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു അല്ലെ 80% പോലെയൊക്കെ. അതായത് ഒരുപാട് ആളുകളുള്ള വേദി ഭജന കേൾക്കാനായിട്ട് അങ്ങനത്തെ വേദികൾ കിട്ടുക എന്നുള്ളത്. പിന്നെ ഭജനെ നമ്മൾ വേറൊരു രീതിയിൽ തലത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം അതെന്നും ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ആൾക്കാർ ഒരു കോൺസേർട്ടിന് പോകുന്നു, ഇപ്പം പല ബാൻഡുകളുടെ പ്രോഗ്രാമിന് പോകുന്നു. പക്ഷേ ഭജനയ്ക്ക് അതുപോലുള്ളൊരു അംഗീകാരം എന്തുകൊണ്ട് കിട്ടുന്നില്ല. പക്ഷേ അത് ഓൾവേസ് ഞങ്ങളുടെ ഒരു പ്ലാൻ ആയിരുന്നു. ഞങ്ങൾ എന്നും കണ്ടിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പല ഇൻസ്ട്രുമെൻറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള സ്വപ്നമായിരുന്നു. പക്ഷേ ഇതുപോലെ അംഗീകാരം കിട്ടുമെന്നും അല്ലെങ്കിൽ അതുപോലുള്ള വേദികൾ ഈക്വൽ ടു എനി അതർ ബാൻഡ് അന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അത് നടന്നു. അപ്പോൾ ഇനിയുള്ള സ്വപ്നം എന്ന് പറയുന്നത് ഇനി ഇതിനെ എങ്ങനെ വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ ആൾക്കാരിലേക്ക് കൂടുതൽ കുട്ടികളിലേക്ക് ഇതിൻ്റെ ഒരു എസൻസ് എങ്ങനെ പകർന്നു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതുപോലെ അടുത്ത തലമുറയിലേക്കൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ പാട്ടിൻ്റെയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അതായത് ഭജൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കർണാട്ടിക് പിള്ളേർ പഠിക്കുന്നുണ്ടാവും, പക്ഷേ ദിസ് ഇസ് വെരി ലൈറ്റർ, നമുക്ക് എല്ലാവർക്കും പാടാവുന്നതും. ഇത് പാടുന്നത് കൊണ്ട് നമ്മൾ ക്ലാസിക്കൽ പാട്ടുകൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി കൂടുതൽ ആൾക്കാർ തമ്മിൽ കണക്റ്റഡ് ആവുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് തുടങ്ങിയ പരിപാടികളാണിത്. ഇപ്പോൾ ഞങ്ങളൊക്കെ കണക്റ്റഡ് ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒറ്റ കാര്യമാണ്, ഭജൻ ഒരുമിച്ച് പാടിയത്. അപ്പം അതിൻ്റെയൊക്കെ സുഖം എന്താണെന്നും അതിൻ്റെ ഒരു ഭംഗി എന്താണെന്നും അത് കൊണ്ടുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിലുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ അതുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്നും ഒക്കെ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന സമയത്താണല്ലോ അതൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതല്ലാണ്ട് ഞങ്ങളുടേതായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഞങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്, പ്ലാനിലുണ്ട്. കുറേ പുതിയ നമ്മളുടെ സ്വന്തം ക്രിയേഷൻസ്, നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷൻസ്, കുറച്ച് പാട്ടുകൾ ഞങ്ങളുടേതായിട്ടുള്ള പാട്ടുകളും, പക്ഷെ ഞങ്ങൾ കൊളാബ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ടോപ്പായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലും. ഇപ്പോൾ ശരത് സാറ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. ശരത് സാറ് പ്രോഗ്രാമിൽ ഞങ്ങൾ ആ സ്റ്റേജിൽ വെച്ച് തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഇവൻറ്റുകൾ അക്രോസ് ദി ഗ്ലോബ് നമ്മൾ ട്രാവൽ ചെയ്ത് പല പ്രോഗ്രാംസ് ചെയ്യണം. ഇതുപോലെയല്ല ഭജൻ കണക്ട് ഞങ്ങളൊരു തീമായിരുന്നു ഈ വർഷം. അതല്ലാണ്ട് വേറെ 2-3 ഐഡിയാസും കൂടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതും ചെയ്യണം എന്നുള്ളതാണ് ഭാവിയിലെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ. ഈ കൂട്ടത്തിൽ എല്ലാവരും നേരത്തോട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പുതിയ ആൾക്കാരാണ്. എത്ര നാളായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നന്ദഗോവിന്ദത്തിൽ? ഇപ്പോൾ 1 വർഷമാവുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഓരോ ആളുകളെ എടുക്കുന്നത്? ഇപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഞാൻ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും കുറച്ചിപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോസിനൊക്കെ താഴെ കുറേ കമൻസ് ഇങ്ങനെ കാണാം, പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ നന്നായിട്ട് പാടാൻ അറിയാം, ഞങ്ങൾക്കും പറ്റുമോ, അവസരം ഉണ്ടോ, ഇല്ല ഒരു സ്ഥലത്തെങ്കിലും ഞങ്ങൾക്കൊരു അവസരം തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നന്ദഗോവിന്ദത്തിൽ നമുക്ക് ഭാഗമാകാൻ പറ്റുന്നത്? അഭി നമ്മളുടെ ഒരു ആൽബം ദേവദാസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ആൽബം ഞങ്ങൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പം അഭിയും കണ്ണൻ്റെ ഫ്രണ്ടാണ് അഭി. അപ്പം അവനെ കോറസ് പോർഷൻ പാടാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. അവൻ കോറസ് പാടാൻ വന്നു. അപ്പോൾ അവൻ പാടുന്നത് നല്ല പയ്യനാണെന്ന് തോന്നി. ആണോ? നല്ല പയ്യനാണ്, നല്ല പയ്യനാണ്. അപ്പം ഒരു നല്ല പയ്യൻ നന്നായിട്ട് പാട്ട് പാടുന്നു. അപ്പം എന്താണെങ്കിലും നമുക്ക് ആ സമയത്ത് നമുക്കൊരു സിംഗറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവീണാണെങ്കിൽ കാനഡയ്ക്ക് പോയി, ഞാനും എല്ലാ പ്രോഗ്രാമും വരാൻ പറ്റില്ല ദുബായിൽ. അപ്പോൾ ശ്രീലാലിനും മനുവിനൊക്കെ ആണെങ്കിൽ സപ്പോർട്ടായിട്ട് ഒരു സിംഗറൂടെ വേണം. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് ഇവൻ നല്ല ആപ്റ്റാണെന്ന് തോന്നി. അതേപോലെ തന്നെയാണ് ജയകൃഷ്ണൻ, നമ്മുടെ വയലിനിസ്റ്റ്. ജയകൃഷ്ണൻ ദുബായിക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ വയലിനിസ്റ്റിൻ്റെ സ്പേസ് വന്നു. ആ സമയത്ത് കിട്ടിയ ആളാണ് നമ്മുടെ അഖിൽ. അപ്പം ഞങ്ങൾ തപ്പി ലാസ്റ്റ് നമ്മളുടെ കുമാരലൂർ, ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത്, അങ്ങനെയാണ് അവനെ കിട്ടുന്നത്. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ നമുക്കിവിടെ നമ്മുടെ ടീമിലും കൂടെ ഒന്ന് ജെല്ലാണ്. നമുക്ക് ഈ പാട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം ടാലന്റഡ് ആയിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് ആ ഒരു ജെല്ലൂടാണ് അതിൻ്റെ അത്. ഇപ്പോൾ പുതിയ ഒരാൾക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാനാണോ, അങ്ങനെ എന്തെങ്കിലും വേറെ വഴിയുണ്ടോ? ഞങ്ങൾ കണക്ട് ചെയ്തോളാം. നിങ്ങൾ കണക്ട് ചെയ്ത് കണ്ടുപിടിച്ചോളാം. ഓക്കെ, മനസ്സിലായി. അവർക്ക് അയക്കാം. ഞങ്ങൾ എൻ്റെ ഇപ്പം ഒത്തിരി പാട്ടുകാരെ എനിക്ക് റെഫറൻസ് അയച്ചേക്കുന്നതിനെല്ലാം എൻ്റെ സിംഗർ എന്നുള്ള ഞാൻ ഒരു പേരും അവരുടെ സിംഗർ എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. എന്നാണോ ഒരു ആവശ്യം വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് ആയാലെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ. ഇപ്പം നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരാൾ. നമുക്ക് ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പം നമ്മൾ മിക്കതും കോൺടാക്ട് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറഞ്ഞേക്കാറുണ്ട് ബുക്കിംഗ് ഇല്ല എന്ന്. അപ്പോൾ എത്ര നാൾ വരെയുള്ള ബുക്കിംഗ് ഒക്കെ നമുക്ക് ഫില്ലാവുന്നത് നേരത്തെ? പ്രോഗ്രാം ഉണ്ട്.
ഭയങ്കര സ്ട്രെയിനാണ്. എല്ലാവർക്കും അത് ഭയങ്കര സ്ട്രെയിൻ. കാരണം ഈ ജോലിയുടെ ഇടയ്ക്ക് ഇതെല്ലാവരും ഓടിയെത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രെയിൻ. നമ്മൾ ഡിസംബർ വരെയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡേറ്റുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഡിസംബർ 2026 ഡിസംബർ വരെ ഒരു എൻറ്റയർ ഇയർ ഓൾറെഡി ആയിട്ടുണ്ട്. ഓ അടിപൊളി. അയ്യോ അത് കൊള്ളാലോ. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാനൊരു 2-3 മാസം പറയുന്നു വിചാരിച്ചാണ് ചോദിച്ചത്. ഇല്ല, നമുക്ക് ഇതിനിടയ്ക്ക് 4 ടൂറുണ്ട്. അപ്പം ഓസ്ട്രേലിയ, US, UK, കാനഡ, UK, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, അതും ഒക്കെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിട്ട്. ഓക്കെ. ഉഗാണ്ടയിലൊക്കെ പ്രോഗ്രാം ചെയ്ത് അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മുടെ ഫസ്റ്റ് ആഫ്രിക്കൻ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഉഗാണ്ടയിൽ ചെയ്തത്? കേരളത്തിലെ പോലെ തന്നെ ഉള്ളതൊക്കെയാണ്. ഒരുപാട് മലയാളികളുണ്ട്. ഉഗാണ്ടയിലെ കാര്യം പറയുകയാണെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിയും തമിഴ് കമ്മ്യൂണിറ്റിയും കൂടെ ഒരുമിച്ചായിരുന്നു. കെനിയയിൽ ചെന്നപ്പോൾ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഗുജറാത്തി അവരുടെ ഒരു ടെമ്പിളിലാണ് നമ്മളുടെ അയ്യപ്പ ടെമ്പിൾ അവിടെയുള്ളത്. നമ്മളുടെ കറക്റ്റ് ഈ ശബരിമല ടെമ്പിൾ പോലെ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ. അതായത് ആ ശ്രീകോവിലിന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കൊടിമര പ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് തന്നെ മാറ്റിമറിച്ച 2 ട്രിപ്പായിരുന്നു ഉഗാണ്ട ആൻഡ് കെനിയ. നമ്മൾ കേട്ട് അറിഞ്ഞ കാര്യങ്ങളല്ല, ഒരു ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് വളരെ സന്തോഷം തന്ന 2 ട്രിപ്പ്. ഉഗാണ്ട അല്ലേ? ഉഗാണ്ട നമ്മൾ കാണും. എന്താണ് അവിടെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര പട്ടിണിയായ രാജ്യം, അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വഴിക്കട റോൾസ് റോയ്സും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടികളെല്ലാം പോകുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള, എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ എക്സ്ട്രീംലി പോർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ രണ്ടിന്റെയും എക്സ്ട്രീം ഉണ്ട് ആ കൺട്രിയിൽ. അപ്പോൾ അവിടെയുള്ള ഇന്ത്യൻസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ അവിടെ ഹാപ്പിയാണോ ചോദിച്ചു. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എന്താണ് ഹാപ്പി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ചേച്ചി പറഞ്ഞത്, 2-3 ചേച്ചിമാർ പറഞ്ഞു, എനിക്കിവിടെ വീട്ടിൽ 4 പേര് എൻ്റെ സെർവൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാല് നീട്ടിരുന്ന് കഴിഞ്ഞാൽ ഫുഡ് വരും, എൻ്റെ ക്ലോത്ത് അവർ മാനേജ് ചെയ്തോളൂ. കാര്യം അവിടെ ലേബറും ഭയങ്കര ചീപ്പാണ്. അപ്പോൾ അവർ ദുബായിലുള്ള ആൾക്കാർ, ദുബായിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഉഗാണ്ടയ്ക്ക് ഷിഫ്റ്റ് ആയിട്ട് ഒരു അവര് ഹാപ്പി ഉഗാണ്ട. അവർക്ക് ദുബായോ നടന്നും വേണ്ട. ചോദിച്ചപ്പോഴാണല്ലോ അവർ പറഞ്ഞ ചോദിക്കുന്ന എല്ലാവരും പറയുന്നത് 15 years, 20 years, 25 years ആയിട്ട് അവര് അവിടെ ഉണ്ട്. നമ്മള് ആദ്യം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് ഇത്ര ഇവിടെ എന്തെങ്കിലും ജോലിയുടെ ആവശ്യമായിട്ട് വന്നവരായിരിക്കും ഇവർ പെട്ടെന്ന് തിരിച്ചു പോകുന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞില്ല, ഞങ്ങൾ 15 വർഷമായി 20 വർഷമായിട്ട് ഇവിടെ. നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ആണോ ഇഷ്ടം, തിരിച്ച് നാട്ടിൽ പോകാം, പക്ഷെ 1-2 മാസം കഴിയുമ്പോൾ തിരിച്ചു അവിടെ അവരെ ഹാപ്പിയാണ്. ഇതുപോലെ ഇങ്ങനെ ഉഗാണ്ട പോലെ അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കോള് വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നതല്ലേ, അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ തോട്ട് എന്താ പോവാറ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ പ്രോഗ്രാമിന് വരുമ്പോൾ? ഉഗാണ്ട വന്ന എനിക്ക് ആദ്യം കുറെ സ്പാം വന്നു വിചാരിച്ച് ഞാൻ കോൾ എടുത്തില്ല. അതെ ഞാൻ ചോദിക്കാം, സ്പാം കോൾ അങ്ങനെ വരാമല്ലോ, കുറെ ആൾക്കാർ ഒത്തിരി സ്പാം എടുക്കാറില്ല. മീൻസ് പ്രത്യേകിച്ച് ഉഗാണ്ട എന്നൊക്കെ മറ്റേ ഈ ദുബായിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഈ തട്ടിപ്പും കുറെ കോൾസ് ഒക്കെ വരാറുണ്ട്. അപ്പം കൂടുതൽ നടക്കുന്ന അങ്ങനെയുള്ള ഏരിയസ് എന്നൊക്കെയാണ്. അതിനുശേഷം അവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, കോൺടാക്ട് ചെയ്തു, ഇന്ന സ്ഥലത്താണ്, ഞാൻ മലയാളിയാണ്, ഓഡിയോ മെസ്സേജ് അയച്ചൊക്കെ. ഓക്കെ ശരി, ഓഡിയോ അങ്ങനെ ബെസ്റ്റ് ഓപ്ഷൻ അതായിരിക്കും. നീ അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഡിയോ മെസ്സേജ് കൺഫേം ചെയ്യാമെന്ന്. അല്ല ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ സ്പാം വന്നിട്ടുണ്ടോ? കോൾ ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, പറ്റിച്ചിട്ടുണ്ടോ? പ്രോഗ്രാമിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ഇഷ്യൂസ് അല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ചിലത് നമുക്ക് ജനുവൻ അല്ലെന്ന് ഫീൽ ചെയ്യണമെന്നൊക്കെ നമുക്ക് നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്യും. രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. ഇൻട്രോവേർട്സ് ആണോ ഇവര്? അല്ല, ഞാൻ വന്നപ്പോ എന്നോട് ഏറ്റവും കൂടുതൽ ആദ്യം പരിചയപ്പെട്ട് സംസാരിച്ചതൊക്കെ ഈ ചേട്ടനാണ്. 2 ഹരിയുള്ളതുകൊണ്ട് ആണോ? നിങ്ങൾ എല്ലാവരും ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ? എല്ലാരും ഇല്ലേ? എല്ലാരും ഇല്ല. ഞാനും പഠിച്ചിട്ടില്ല. ഞാനിപ്പോ 11 വർഷമായിട്ട് ടീമിന്റെ കൂടെ ഉണ്ട്. ഞാൻ ദുബായ് വെച്ചിട്ടാണ് നവീനെ പരിചയപ്പെടുന്നത്. പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അന്നേരം നവീൻ ഒരു പാട്ട് അയച്ചു കൊടുത്തു. അന്നേരം അവിടെ ഒരു ഭജൻ ടീം നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാ വീക്ക്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ പഠിച്ചേക്കാൻ ഞങ്ങളൊക്കെ തന്നെ പാടി അല്ലേ? നിങ്ങൾക്ക് ഇത്ര പേര് മിനിമം എന്തായാലും ഉണ്ടാവണം അങ്ങനെയുണ്ട്? ഇപ്പൊ ഒരുപാട് പേരുള്ളത് കണ്ടിട്ടുണ്ട്. ഏറ്റവും മിനിമം എത്ര പേര് വേണമെന്നുണ്ടോ ഒരു കോൺസെർട്ട്? 12 പേരൊക്കെ എന്തായാലും ഉണ്ടാവും. എന്തായാലും 12 പേര്. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വന്ന് പാട്ടുകാരും എല്ലാം കൂടെ വരുമ്പോൾ 12 പേര്, 11-12 പേര് എന്തായാലും ഉണ്ടാവും. ഞാനിപ്പം ഈ അരവിന്ദ് അതുപോലെ ഇപ്പൊ ശരത്സാറിങ്ങനെ നമ്മുടെ ഭജൻ കണക്കിൽ പുതിയ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ ഗസ്റ്റ് ആയിട്ട്. അതൊക്കെ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇവരെ കൊണ്ടുവരണം എന്നൊക്കെ? ഇപ്പൊ അരവിന്ദിന്റെ തന്നെ വന്ന എൻട്രി
ഭയങ്കര വൈറലായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെ എങ്ങനെയാണ് പ്ലാൻ? അരവിന്ദ് ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ അരവിന്ദിന് നമ്മളുടെ ആ ഒരു ബസൻ കണക്റ്റിൻ്റെ ഒരു എങ്ങനെയാണ് വൈബ് എക്സ്പീരിയൻസ് എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതായത് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് അരവിന്ദ് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരുമിച്ച് പാടാമെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷം, അങ്ങനെയാണെങ്കിൽ ഹാപ്പി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പം എന്താണെങ്കിൽ അരവിന്ദ് വരുന്നുണ്ട്, അപ്പോൾ വെറുതെ നമുക്കൊരു ഗസ്റ്റിനെ പോലെ ഫ്രണ്ടിൽ ഇരുത്തി കൊണ്ടൊന്ന് പാടിപ്പിക്കാണ്ട് ആൾക്കാർക്ക് ഒരു സർപ്രൈസിങ് എലമെന്റ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അരവിന്ദൻ്റെ അടുത്ത് സംസാരിച്ചത്. നമുക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും വെച്ചപ്പം ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു സെറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ ഒളിപ്പിച്ചുകൊണ്ട് ബാക്കിലേക്ക് ഇരുത്തി ഞങ്ങള് ആൾക്കാരെ കാണിക്കാതെ. അത് ഗംഭീരമായിരുന്നു. ആ ഒരു വീഡിയോയും ഭയങ്കര ഓറയായിരുന്നു. ഭയങ്കര റീച്ച് ആയി പാട്ട്. അതെ, എനിക്ക് ആ പാട്ട് പമ്പ ഗണപതി ഒന്ന് രണ്ടുപേരും പാടിയിരുന്നു. പന്തടനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം എഴുതെളിയാനായി കാണും ഞാൻ. പന്തടനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം എഴുതെളിയാനായി കാണും. ഓദയാമയ പരാപര ശരണജപങ്ങളോടെ നിൽക്കവേ ഒരു നീതിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു മുഴുകും. ആ പമ്പാഗണപതി പാരിന്റെ അധിപതി പമ്പാർന്നുണരണവൻപിൽ തന്നെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ. വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യ കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ വിഘ്നങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക്, ബാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതത്വം സ്വാമിക്ക്. നെയ്യഭിഷേകം സ്വാമിക്ക്, ബാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതത്വം സ്വാമിക്ക്. നിങ്ങള് എന്നെ വെച്ച് അവർക്കൊരു സർപ്രൈസ് കൊടുത്തപ്പോ ഇവർ എന്നെ വെച്ച് നിങ്ങൾക്കൊരു സർപ്രൈസ്. അല്ല, ഞാൻ പറയാനിരുന്ന കാര്യങ്ങളൊക്കെ നവീൻ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ പുറകെ കൂടെ കൊണ്ടുവന്നു. അപ്പൊ എല്ലാരും ഞെട്ടി. അപ്പൊ ഞാൻ ഇത് പുറകെ നിപ്പുണ്ടോ, ഞാനൊന്ന് നൈസായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആ സമയത്ത് കൊള്ളാം. ഇത് ഞെട്ടിയില്ലേ? എനിക്കും സന്തോഷം കേട്ടോ. എല്ലാരും വീണ്ടും ഹലോ. അത് നവീൻ ചേട്ടൻ കണ്ണടച്ചിരിക്കും. നവീൻ ചേട്ടൻ പ്രവീൺ ചേട്ടൻ കണ്ണടച്ചിരിക്കുവാണ്. അരവിന്ദ് വന്ന് ഇവിടെ വരെ എത്തിയിട്ടും കാണുന്നില്ല. അപ്പൊ ബാക്കിൽ നിന്ന് അവരെങ്ങനെ ചെയ്തേന്ന് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ല. അപ്പം ആ സർപ്രൈസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗംഭീരം അല്ലേ? കാരണം നമ്മള് പ്ലാൻ ഏറ്റു. ശരിക്കും അരവിന്ദിന് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. കാര്യം ഞാൻ ഒരു ഒറ്റ കോളില് ഞാൻ വിളിച്ചിട്ട് എനിക്ക് ഡൗട്ടായിരുന്നു അരവിന്ദിന് ഓക്കെ ആയിരിക്കുമോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ശരിക്കും അരവിന്ദിന് ഇന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ പറ്റില്ലല്ലോ എന്ന്. അത് ക്യാൻസൽ ആയിട്ട് അത് ഞാൻ അറിയുന്നില്ലല്ലോ. കൃത്യമായിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഉണ്ട് കേട്ടോ, ഞാൻ അവരുടെ പ്രോഗ്രാമിന് വരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾ ഇന്നലെയും ഇവിടെ ഇല്ലായിരുന്നു, പാലക്കാട് എന്തോ ആയിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ എത്തി. എല്ലാം ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇരുത്തിക്കൊണ്ട് പറയുമല്ല, വളരെ സിമ്പിളും ഹമ്പിളും അതുപോലെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള സിംഗർ. അപ്പം സിംപ്ലിസിറ്റി ആണ് അവന്റെ ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞ ദിവസം നമ്മള് ആൻഡ്രോ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആൻഡ്രോ ചേട്ടനും ഈ സെയിം കമന്റ് തന്നെ പറഞ്ഞു. അപ്പൊ നീ നിന്റെ വരാനിരിക്കുന്നേ ഉള്ളൂ ഇനിയുള്ള ഒരു ജേണി. ജസ്റ്റ് സ്റ്റാർട്ടിങ് ടാലന്റഡ് സിംഗറാണ് അരവിന്ദ്. അത് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാൻ എന്ത് പറയാനാണ്, കണ്ടോണ്ടും കേട്ടോണ്ടിരിക്കുന്നതാണല്ലോ സോഷ്യൽ മീഡിയയിലായാലും. അപ്പൊ ഞാനായിട്ട് ഇനി പറഞ്ഞിട്ട് ഇനി ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യമില്ല. സത്യം ഞാൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എങ്ങനെ കണക്ട് ആയ വിശേഷമൊക്കെ ഞാൻ ചോദിച്ചു. അന്നത്തെ പ്രോഗ്രാം ശേഷം ഇന്നാണോ നിങ്ങളിപ്പോ നേരിട്ട് സംസാരം? അപ്പൊ അന്ന് നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലൊരു പ്രാക്ടീസ് ഞങ്ങള് കാണുന്നത് അന്ന് അവിടെ വെച്ചു ഷോനാണ്. ഓക്കെ, അത് പക്ഷെ ഇപ്പൊ കണ്ടാ പറയൂല കേട്ടോ. സാധാരണ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത പാട്ടുകൾ ഏറ്റവും ഭംഗിയായിട്ട് പാടുന്നത്. തിരുവനന്തപുരത്ത് പോയിട്ട് ഫസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നില്ല പരിപാടിക്ക്. ഇവര് പക്ഷെ ഞാൻ ആ ലൈവ് കണ്ടിരുന്നു. ഇവരെപ്പോ പാടി കാരണം കണ്ടിന്യൂസ്ലി പ്രോഗ്രാം ഉണ്ട് എല്ലാ ദിവസവും. പ്രാക്ടീസ് എന്ന് പറഞ്ഞ ടൈം വളരെ പാടാണ് കിട്ടാനായിട്ട്.
ഇവരന്ന് അമ്പലത്തിൽ വെച്ച് തീരുമാനം ബാക്ക് സ്റ്റേജിൽ വെച്ച് ഈ പാട്ട് പാടാം. പക്ഷേ അത് ഏത് ഞാൻ പാട്ടായിരുന്നു? പറയാനുള്ള അന്ന് പാടിയ പാട്ട് ദശാവതാരം. കടവുൾ മട്ടും കണ്ടു. അതെ അതെ ആ പാട്ട് അതാണ് അന്നത്തെ പ്രോഗ്രാമിലെ ഏറ്റവും ബെസ്റ്റ് അതെ, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കത്തിയത് സോഷ്യൽ മീഡിയയിൽ. എല്ലാം ഉണ്ട്. പാട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ബാക്കിൽ നമുക്കിനി എല്ലാ പാട്ടും അല്ല അതൊരു ശീലമാക്കണ്ട. അല്ല പക്ഷെ അത് ഭയങ്കര ഒരു ടെൻഷനും കൂടെ ആയിരിക്കത്തില്ല. നിങ്ങൾ ഇത്രയും പേര് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നത് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് ആദ്യം ചോദിക്കണമെന്ന് പറഞ്ഞ ചോദ്യം കേട്ടോ. ഇതൊരു ടീമായിട്ടുള്ള ഒരു എഫേർട്ടാണ്, ഇത്രയും പേര് ഒരുമിച്ച് പാടുന്നതാണ്. അപ്പൊ പ്രാക്ടീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പാടുന്ന സമയത്ത് ഒരാളുടെ രണ്ടുപേരൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കോർഡിനേഷൻ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചോദിക്കാൻ ശരി ടെൻഷൻ ഒന്നുമല്ല. പോയ പോയി അല്ല എനിക്കും തോന്നിയതാ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഇത്രയും പേരുണ്ടല്ലോ, ഇവരെല്ലാരും നല്ല ബോണ്ടിങ്ങുള്ള ആൾക്കാരായതുകൊണ്ട് വരുന്നിടത്ത് വെച്ചാണെന്നുള്ള രീതിയിലാണ്. അരവിന്ദൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ അരവിന്ദ് പുതിയതായിട്ട് ഇവർ ഇത്രയും പേര് അറിയാം. അരവിന്ദ് പ്രാക്ടീസ് ഇല്ലാതെ ചെന്ന് കയറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവര് പാടാൻ അറിയാലോ. അങ്ങനെയല്ല, നമ്മള് പുതിയതായിട്ട് കാണുമ്പോ ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു 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 മറ ഉണ്ടായിരുന്നില്ല. മറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലാവരും. കുറെ പേരെല്ലാം നാട്ടുകാരുമാണ് മിക്കവരും അല്ലേ. പള്ളിക്കത്തോട് ഞാനും എൻ്റെ അമ്മ കോട്ടയം പാലയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു നവീൻ ചേട്ടന്റെ നമ്മുടെ നന്ദഗോവിന്ദന്റെ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഭയങ്കരമായി ആൾക്കാര് നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. UK നൊക്കെ കുറെ പേര് പറഞ്ഞു അവര് ആ പാട്ട് രാവിലെ തൊട്ട് പിള്ളേരാണ് ഒരു ലൂപ്പാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പാട്ട് തന്നെയാണ് കിടക്കുക. ഇപ്പൊ ഞാൻ മനസ്സിലായി ഞാൻ എന്തിനാ കുറച്ച് ഒന്ന് പാടുമെന്ന് ചോദിച്ചത്. ഞാനത് ആദ്യം പറഞ്ഞപ്പോ അതെ എനിക്കിത് പറയാൻ പറ്റുന്നില്ല. എന്റെ അടുത്ത് പറഞ്ഞു അത് വേണോ, അത് പ്രോഗ്രാമിൽ ചെയ്യുന്നുണ്ട്, വേറെ പാട്ട് പാടാം. അല്ല എന്നിട്ട് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഞാൻ ഇവിടെ ചെന്ന് പറയാൻ പറഞ്ഞു ഇനി എനിക്ക് അവര് പാടിയില്ലെങ്കിൽ ഞാൻ പറയും കുഴപ്പമില്ല വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കാന്ന്. അപ്പൊ പാടിക്കൊണ്ട് കയറി വരാൻ പറയണം. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇവിടെ മെസ്സേജ് പാസ് ചെയ്തോണ്ടിരിക്കും. സിംഗേഴ്സിന്റെ ഏറ്റവും കൂടുതൽ സൗണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ കുറെ പാട്ടുകാരും ചെയ്യുക, എന്തൊക്കെയാ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സൗണ്ട് ഇതുപോലെ പോവാൻ വേണ്ടിട്ട്? സൗണ്ട് പോവാൻ വേണ്ടിട്ടാ? അല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ വേണ്ടിട്ട്. ഞാൻ സൗണ്ട് ഒരു ഷോ കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മിണ്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേരത്തേക്ക് മിണ്ടാണ്ടിരിക്കുക എന്ന് പറയും. ഒരു മേജർ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ചേരത്തേക്ക് നമ്മൾ മിണ്ടാൻ പാടില്ല ശരിക്കും പറഞ്ഞു. സോ തൊണ്ടയ്ക്കൊരു സമാനം കിട്ടും. പിന്നെ രാത്രി ഭക്ഷണം മാക്സിമം കുറയ്ക്കുക, സ്പൈസി ഫുഡ് കുറയ്ക്കുക. കഴിച്ചതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. തീയൂന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര ചിരി അതിന്റെ ഇടയ്ക്ക് കേട്ട് പഠിക്കണം. ഞാൻ നേരത്തെ അങ്ങനെ സൗണ്ട് ശ്രദ്ധിക്കുന്ന ഒരാളെന്നായിരുന്നു. നവീൻ അറിയാം ഞാൻ തണുത്തതും തൈരും ഒക്കെ കഴിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഈവൻ സംസാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ വോയിസ് റെസ്റ്റ് കഴിവതും എടുക്കുന്നുണ്ട്. വണ്ടി ഇരുന്ന് കഴിവതും സംസാരിക്കുന്ന ഒഴിവായി. കാരണം ഒത്തിരി സ്ട്രെയിൻ വരും നമുക്ക് ഫോണിൽ. വണ്ടിയിൽ നമ്മൾ ആ സൗണ്ട് അപ്പോൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കത്തില്ല. ഫോൺ റിങ് ചെയ്താലും ഞാനത് സൈലന്റ് ആക്കി വെക്കും. എന്തോ ഉണ്ടല്ലോ ചിരിക്കുന്ന പ്രോഗ്രാമിന്റെ കോമഡി അപ്പൊ തന്നെ പറഞ്ഞു. നവീൻ നേരത്തെ തൊട്ട് തന്നെ തണുപ്പ് തണുപ്പ് ഭയങ്കര പ്രശ്നമാണ്. ഞാനും കഴിക്കാറില്ല. ഞാൻ പണ്ട് തൊട്ടേ തണുപ്പ് ഓടി തണുപ്പ് കഴിച്ചു കഴിഞ്ഞാല് ഭയങ്കര തൊണ്ട സീനാണ്. ഇപ്പൊ ഞാനത് എല്ലാം ഒഴിവാക്കി. കാരണം ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് ഇതാണല്ലോ മെയിനായിട്ട് വേണ്ടത്. ഇപ്പം ശ്രീലാൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പരിപാടി കഴിഞ്ഞ ഐസ്ക്രീം അവന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് കൂടുതൽ എഫേർട്ട് ഇടുന്ന അവനാണല്ലോ. അപ്പൊ ബാക്ക് ടു മാത്രമല്ല അവന് നമുക്ക് റെസ്റ്റ് പകല് കിട്ടുമ്പോ അവൻ വോയിസ് വെച്ചിട്ടാണ് അവന്റെ ഒരു ഫുൾ ഡേ. അതായത് നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാനായിട്ട് ആ കിട്ടുന്ന ഈ പറഞ്ഞ 3-4 മണിക്കൂറാണ്. അതിനുശേഷം നേരെ വീണ്ടും ഒരു ഫുൾ ഡേ ഇത് തന്നെയാണ്. നല്ല എഫേർട്ട് എടുത്ത് സംസാരിക്കണം. എനിക്കിത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആളെ ഇവിടെ. ഞാൻ വന്നപ്പോ ഓരോരുത്തർ ഇങ്ങനെ ശ്രീലേട്ടൻ വരും ഇങ്ങനെ ചോദിച്ചിരിക്കുകയായിരുന്നു. രാവിലെ വിളിച്ചപ്പോ തന്നെ അന്ന് ക്ലാസ് ഉണ്ട്, സ്കൂൾ ക്ലാസ് ഉണ്ട്. എനിക്ക് പാടുന്നതിന് ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. അത് കുട്ടികൾ ഈ പറഞ്ഞ വോയിസ് റെസ്റ്റ് എടുത്ത് റെസ്റ്റില് അല്ലെങ്കിൽ വോയിസ് കുറച്ച് നമ്മളൊന്ന് സ്ട്രെയിൻ ഇല്ലാതെ സംസാരിക്കാന്ന് വിചാരിച്ച് നമുക്ക് പറ്റും. കുട്ടികളുടെ ഇവനൊക്കെ കാണിക്കുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് വേണ്ടി വരും. ഇപ്പൊ അരവിന്ദ് ഇവിടെ ഉണ്ട്. അരവിന്ദ് ശരിക്കും ബോൺ 2000 അല്ലേ?
2001 ആണ്. 2001. ഓക്കെ, അപ്പം 2K കിഡ് ഇല്ല, നമുക്ക് ജെൻസി എന്നൊക്കെ പറയാമല്ലോ. ഇപ്പം നമ്മുടെ ഭജൻസ് ഞാനും ഭജൻസ് ഇപ്പം എന്താ പറയാ, ഈ പ്രായം ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് റാപ്പും അതുപോലത്തെ പാട്ടുകൾ ഇഷ്ടമുള്ളിടത്ത് തന്നെ ഭജൻസിന് ഇപ്പൊ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കയറി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറി നിൽക്കുന്ന ഒരാളെന്ന് നിൽക്കാൻ താരത്തിന് പറയാനുള്ളത് മനസ്സിലായില്ല. ഒന്നുകൂടെ പറഞ്ഞാ അതിനിടയ്ക്ക് രണ്ടായിരത്തൊന്നും ജെൻസിയിൽ വിഷമായോ? ജെൻസി ആണോ ശരിക്കും ക്യാരക്ടർ? ജെൻസി അല്ല, ക്യാരക്ടർ കൊണ്ട് ജെൻസി അല്ല. എന്താണ് ജെൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭയങ്കര വൈബ്, ഇങ്ങനെ ഭജൻസ് ഒന്നും അല്ല, റാപ്പ്. ഇവരൊക്കെ ജെൻസി ക്യാരക്ടർ അല്ല, ഇങ്ങനെ ഈ പൂക്കി സ്കിബിഡി പോലത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതാണോ? അല്ല, അതൊന്നുമില്ല. എന്താ എനിക്കും അറിയാൻ പാടില്ല, കേട്ടതാ. അല്ല ഞാൻ അല്ല, കറന്റ് ഇത് എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് ഇപ്പോ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേടന്റെ റാപ്പ്, വേടന് ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് തന്നെ ആയിരിക്കും ഇപ്പൊ ഇന്ന് വേടന്റെ ഷോ ഉണ്ടെങ്കിൽ നാളെ നന്ദോവിന്ദം ഉണ്ടെങ്കിൽ ഇന്ന് ആ വേടന്റെ ഓഡിയൻസ് തന്നെ ആയിരിക്കും നാളെ ഭജൻസും കേൾക്കാൻ വരുന്നത്. അപ്പൊ എല്ലാം ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഓഡിയൻസ് ഇപ്പൊ ഉണ്ട്. അതിന് ജെൻസി അങ്ങനെ പഴയ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇവരുടെ ഷോസിന് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർ തൊട്ട് പ്രായമുള്ള ആൾക്കാർ വരെ എല്ലാവരും വരുന്നതാണ്. എല്ലാവരും ഇവരുടെ ഫാൻസാണ്. ആസ്വാദന രീതി മാറി ശരിക്കും. അതെ, നല്ല രീതിക്ക്. ഒരിടയ്ക്ക് ഈ അടിച്ചുപൊളി മാത്രം വേണം എന്നുള്ളൊരു ഒരു സാധനം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ഷോസിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മെലഡി ഒക്കെ പാടാൻ തുടങ്ങി കഴിഞ്ഞാൽ മല അടിച്ചുപൊളി പാടുക ചേട്ടന്മാര് അടിച്ചിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് പതുക്കെ മാറി എല്ലാം ആസ്വദിക്കുന്നു. അതിന് വരും ഒരു പ്രധാന കാരണം. അതെ, ഇവര് ഉറപ്പായിട്ടും എന്നൊരു രീതി മാറിയിട്ടുണ്ട്. കാരണം ഒരു സമയത്ത് ഐഡിയ ശാസ്ത്രങ്ങൾക്ക് ആ സമയത്തൊക്കെ ആൾക്കാരെല്ലാം വന്നിട്ട് പാട്ടിന് ജഡ്ജ് ചെയ്തായിരുന്നു. ശരിക്കും ആസ്വദിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഡാൻസ് കളിക്കുന്നു, കൈ കളിക്കുന്നു, ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു. മണിവളർക്ക് ഇടുന്ന കൈയാല് ഒരു ഗ്രൂപ്പ് എന്നിട്ട് അവര് കൂടെ സെൽഫി എടുത്തിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം ഇത് പറഞ്ഞു വന്നപ്പോൾ ചോദിക്കട്ടെ, ഇങ്ങനെ ഡാൻസിനാരൊക്കെ പറഞ്ഞപ്പം ഇതുപോലെ എനിക്കറിയില്ല പറയുന്നത് കറക്റ്റ് ആണോ, ഏതോ ഒരു ഭജൻസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ ചെയ്തത് അതൊരു ഇഷ്ടപ്പെടാതെ സംഭവമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടു അത് ഒരു പ്രത്യേക രീതിയിലുള്ള ഭജന, അതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? പാലക്കാട് ഭജന കണക്ട്. പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തില് അപ്പൊ അത് 2-3 പാട്ടുകൾ ഞങ്ങള് സമ്പ്രദായത്തിലെ ദിവ്യനാമം അഭംഗങ്ങളുണ്ട്. ദിവ്യനാമം എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളല്ല, നമുക്കൊന്നും പരിചയമില്ല. അപ്പൊ കൂടുതൽ ബ്രാഹ്മിൻസും അല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട് കൾച്ചറിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കും പാലക്കാട് ഒക്കെ വളരെ സുപരിചിതമാണ്. ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു പാട്ടിന്റെ നടുക്കെത്തുന്ന ഒരു പോർഷൻ എത്തുമ്പോഴത്തേനും ഒരു അഭംഗകൾ പാടി ഇവരെല്ലാവരും വിഠല എന്നുള്ള കൺസെപ്റ്റിൽ ഡാൻസ് കളിക്കും. വിളക്കിന് ചുറ്റും ഡാൻസ് കളിക്കും. അപ്പം അതിൽ ഭഗവാൻ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു എന്നാണ് ഇവർ തിങ്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പാടുന്ന പാട്ടുകളിലെ ലിറിക്സ് ഒക്കെ എങ്ങനെയാണ്? അപ്പം രംഗമ്മ മാജി രംഗമ്മയും നാശപാണ്ഡുരംഗ നാമദേവ, അതെല്ലാം ഡാൻസ് ആണ് ഇത് കൂടുതൽ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഡാൻസ് കളിക്കണം, മസ്റ്റാണ്. ആക്ച്വലി ആ അഭംഗള് ഈ തമിഴ് ബ്രാഹ്മിൻസിന്റെ കൾച്ചറിൽ ഈ പ്രോഗ്രാം ചെല്ലുമ്പോൾ തന്നെ ഈ പാട്ട് നമ്മൾ പാടാൻ തുടങ്ങുവാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് അവർ ഒരു റൗണ്ട് ഫോം ചെയ്യുന്ന ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അത് തന്നെ നമ്മളോട് ചെയ്തോളൂ. അവര് വിചാരിച്ച് നമ്മളെ മറ്റേ ഈ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഈ അമ്പലപ്പറമ്പിലൊക്കെ നമ്മൾ ചുമ്മാ കണ്ടുപിടിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു ഫീലാണ്. അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവിടെ വീഡിയോ ഇട്ടിരുന്നു, നമ്മൾ അവിടെ പ്ലേ ചെയ്ത സെയിം വീഡിയോ നമ്മൾ. അതിനുശേഷം പിന്നെ ഞാൻ ആലോചിച്ചു, അതിന്റെ ഒരു പ്രോപ്പർ വീഡിയോ ഉണ്ട് ആക്ച്വലി നമ്മളുടെ രംഗമ്മയുടെ ഒക്കെ. എനിക്കത് ഇഷ്ടപ്പെടാം. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാ, പിന്നെ ഞാൻ ആലോചിച്ചു ഇട്ടാലോ അല്ലേ. അത് ഇടുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് ക്ലിയർ ആവും. ഇപ്പൊ തന്നെ നമുക്ക് ചേട്ടൻ 1-2 സ്ഥലത്ത് പറഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എങ്കിലും പിന്നെയും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ വീഡിയോ കൂടെ വെച്ചിട്ട് ഓരോ ഇങ്ങനെ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ചോദിച്ചു. നമുക്ക് അങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞൂടാ, അത്രയല്ലേ അറിയുള്ളൂ. പിന്നെ ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. നെഗറ്റീവ്സ് അല്ല, ഒരു സർട്ടൻ പോയിന്റ് കഴിയുമ്പോഴത്തേനും അത് ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതാണല്ലോ നെഗറ്റീവ്. അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്പെടുന്ന സ്പൈ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ അത് വലുതാകുമ്പോ മാത്രമുള്ളൂ ഇഷ്ടപ്പെടുന്നവർ. പഴഞ്ചൊള്ളു മറ്റേ മാങ്ങുള്ള മാവിലെ അതൊക്കെ അറിയാലേ, കൊള്ളാം. ശരിയാണല്ലോ. ഓക്കെ, അല്ല അപ്പൊ അരവിന്ദാണ് ആദ്യം നവീചേട്ടന് മെസ്സേജ് എന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ഇവരുടെ ഇഷ്ടപ്പെട്ടത് ഏത് പാട്ട് കണ്ടിട്ടാ ആദ്യം കണ്ടിട്ട് ഇവരുടെ? അല്ല, എനിക്ക് ഓൾ ടൈം ഇവരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, മറ്റേ രാധസൻ
പ്രേമത്തോടാണ്. ഓക്കെ, അത് കണ്ടതിന് ശേഷമാണോ മെസ്സേജ് അയക്കുന്നത്? ഞാൻ അത് കണ്ടതിന് ശേഷമാണ്. അതിന് മുമ്പേ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കണ്ടതിന് ശേഷമാണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരുമിച്ചുള്ള സ്റ്റേജുകൾ ഇനി ഫ്യൂച്ചറിൽ കാണാൻ പറ്റുമോ? അറിയില്ല, ഇവര് സമ്മതിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഒക്കെ പ്ലാനിലുണ്ട്. ഈ പമ്പാ ഗണപതി ആരപ്പ ചൂസ് ചെയ്തേ? ആ പാട്ട് തന്നെ വേണമെന്നുള്ളത് അത് ഞാനല്ല പാടിയിട്ടില്ല, വേറെ ആളാണ് പാടിയിട്ടില്ല. ഞാനിത് മരുതമലയാണ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് മരുതമലയും തിയാഗതോണ്ടിയും ചെയ്യാമെന്നാണ്. പിന്നെ ഞാനൊരു ലിസ്റ്റ് ഓഫ് സോങ്സ് ഇങ്ങനെ നവീൻ ചേട്ടൻ ചോദിച്ചപ്പോൾ അയച്ചു കൊടുത്തു, എനിക്കറിയാവുന്ന കുറച്ച് ഡിവോഷണൽ സോങ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് പമ്പാ ഗണപതി ഉണ്ടായിരുന്നു. അത് ചൂസ് ചെയ്തത് ഇവരൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അരവിന്ദിന് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്, അരവിന്ദിന് പോകേണ്ട സമയമാകുന്നുണ്ട്. പക്ഷേ അതെ, ആള് ഭയങ്കര തിരക്കിലാണ്. അപ്പൊ എന്തായാലും അരവിന്ദ് നമ്മൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും നിങ്ങളൊന്നും പാടിയാ കുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിയണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിയണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പാരസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? അടിപൊളി. അയ്യോ, ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിംഗറാണ് സ്റ്റാർ സിംഗറിൽ ഇപ്പൊ അരവിന്ദ്. ഞാൻ ഇപ്പൊ പറയാറുണ്ട്, അരവിന്ദ് വിൻ ചെയ്ത സമയത്ത് ഞാൻ അയച്ച മെസ്സേജ് അവർ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ തൊട്ടേ ഞാൻ ഭയങ്കര ഫാനാണ്. അതുപോലെ നിങ്ങളും ഈ പാട്ട് ഞാനിങ്ങനെ ഇത്ര അടുത്ത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അരവിന്ദ് ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും സന്ധിക്കവരേക്കും ഓൾ ദി ബെസ്റ്റ്. പൊളിക്ക്. ശരി കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു. ഞാൻ താങ്ക് യു. പാലക്കാട് ഞങ്ങൾ സർപ്രൈസ് കൊടുത്തു. ഇവിടെ അതേ സർപ്രൈസ്. ബൈ ബ്രോ. ബൈ ബൈ. ബൈ ബൈ. താങ്ക് യു. ഓക്കെ, ബൈ. വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കാം ഇത് എന്താന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ക്യാപ്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് വലിയ രീതിയിൽ കുറേ. ഈ വീഡിയോ എന്താ ക്യാപ്ഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്ന പാടുമ്പോൾ അവരുടെ ഒരു ചിരിയും കളിയും തോന്നുന്നു. ഇതാണ് ക്യാപ്ഷൻ. ഇത് എന്തായിരുന്നു സംഭവം? ഇത് ഭയങ്കര റീച്ചായി. ഇത് പല പേജുകളിൽ പിന്നെ അപ്പൊ ഞാൻ സേവ് ചെയ്തിട്ട് ഓക്കെ എന്തായാലും ഇന്റർവ്യൂ ഞാൻ എടുക്കും. അപ്പൊ പെരുന്നാമ്പലത്തില് ഞാൻ ശ്രീലാലും കൂടെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അതെ അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ചിന്ന മേളിൽ പോവല്ലോ, മേളിൽ പാടുമല്ലോ. അപ്പൊ ശ്രീലാലപ്പത്തിന് ഇങ്ങനെ സൈഡിൽ വെള്ളം കുടിക്കാൻ പോകുന്നു. അപ്പൊ നിനക്ക് അവനോട് ചോദിക്കും, നിനക്ക് ഈ സമയത്ത് വെള്ളം കുടിക്കാൻ ഏഴ് മുതൽ കൂടത്തിൽ ഒരുമിച്ച് പാടുന്നതിന് വരെ
അപ്പൊ നൈസ് ആയിട്ടുള്ള ചില സമയം പിന്നെ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവനും ബാക്ക് ടു ബാക്ക് പ്രോഗ്രാം ഉള്ളപ്പോൾ അവന്റെ തൊണ്ട സ്ട്രെയിൻ ആണ്. അപ്പൊ മേളിൽ പോകുമ്പോൾ തന്നെ സാറ് ചിലപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ സംസാരിക്കും ഇതിന്റെ ഇടയ്ക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ പറയൂ. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ബാക്കിലിരുന്നിട്ടാ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ഇല്ലാതെ പാട്ടുകൾ എന്ന് പറഞ്ഞില്ല. അപ്പൊ ചില പാട്ടുകൾ പാടി വരുമ്പോഴത്തേക്കായിരിക്കും അതിന്റെ ഒരു കണക്ഷൻ നമുക്ക് ഇത് പാടാൻ പറ്റും. ഇന്നലെ ഇപ്പൊ ഒരു പ്രാക്ടീസ് ഇല്ലാതാണ് ഇന്നലത്തെ പ്രോഗ്രാമിന്റെ കർപ്പൂരകാരം സീരിയലിന്റെ അത് പാടി ഇന്നലെ സ്റ്റേ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാന്ന് അപ്പൊ അങ്ങനത്തെ ഈ കോൺവെർസേഷൻ ഇതിന്റെ ഇടയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ചോദിക്കും ചില പാട്ടുകൾ ചിലപ്പോൾ നമുക്ക് ആപ്റ്റ് ആവില്ല, അപ്പൊ പറയും വേണ്ട അത് പാടണം, അത് അടുത്ത ദിവസം പാടാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വരും. പിന്നെ ചിലപ്പോൾ ലിറിക്സ് തെറ്റിക്കുമ്പോൾ നമ്മൾ തന്നെ ചിരിക്കും. പിന്നെ ചില ലിറിക്സ് എഴുതിയേക്കുന്നത് തെറ്റായിരിക്കും, അത് കാണുമ്പോൾ ചിരിക്കും. ഞാൻ വായിക്കുന്ന തെറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തെറ്റ് പറ്റിയാലും ചിരിയോ. ഇന്നലെ പാടിക്കൊണ്ടിരുന്ന മറ്റേ നമ്മളുടെ ഇതിലേക്ക് കയറത്തില്ലായിരുന്നു, നമ്മളുടെ ഹിമഗിരികളിലേക്ക് അവൻ സ്റ്റാർട്ട് ചെയ്യാൻ പമ്പ പമ്പ പം എന്ന് പറഞ്ഞിട്ട് അത് ആയിട്ടില്ലായിരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ ബ്രിഡ്ജ് വായിച്ചു വേറെയിലോട്ട് പോയി. ശരിക്കും നിങ്ങൾ പാടുന്നത് മുഴുവൻ ചിരിച്ച് പാടുന്നോണ്ട് തന്നെ നിങ്ങൾക്കിടയ്ക്ക് വരുന്ന ചിരി കൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് ആ ഒരു ഫ്ലോയിൽ തന്നെ അത് കാണുന്നതും ഭയങ്കര സന്തോഷമാണല്ലോ. ഓ അങ്ങനെയൊക്കെ നടക്കാറുണ്ടല്ലേ ഇതിനകത്ത്. ആൾക്കാർ എഴുതി പേപ്പറൊക്കെ ഇങ്ങനെ എഴുതി കൊണ്ട് തരും. ആൾക്കാർ തരുന്നതുകൊണ്ടാവും അതിന്റെ കൂട്ടത്തിൽ വേറെ ഇവർക്ക് കേൾക്കാനുള്ള പാട്ട്. ഇപ്പൊ ഞാൻ അടുത്ത വേറൊരു ഫോട്ടോ കാണിക്കാം. ഇത് ആക്ച്വലി ഒരു പോസിറ്റീവ് പോസ്റ്റ് അല്ല, പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നമുക്കത് മാറ്റാം കേട്ടോ. നമ്മുടെ ഈ പാട്ട് ഭജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ഭയങ്കര മോശമായിട്ട് വന്ന ഒരു പോസ്റ്റാണ്, പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട്. ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും തോന്നുന്നു. കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓ ഇത് നിങ്ങൾ ചർച്ച ചെയ്യുന്നതാണല്ലേ? ഓക്കെ. ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് യൂട്യൂബ് വീഡിയോസ് വരെ വന്നു. ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ എനിക്കൊന്നും കഴിഞ്ഞ ആഴ്ചയും കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട്. അപ്പം വളരെയധികം മതപരമായിട്ടില്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് അവരോട് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് ഞങ്ങൾ ഭജന പാടി ഇത്ര മൂന്നാണ് 25 വർഷം മുന്നേ ഉള്ള എന്താണോ അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. അന്നും മാറ്റമില്ല, ഇന്നും മാറ്റമില്ല. അതിന് ആരും ഒരു പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭജന പാടാൻ വന്നവരാണ്. നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം, അതെ ഞങ്ങളുടെ ഇഷ്ടം. അതിപ്പം ഭജന പാടുമ്പോഴത്തേനും ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് ഇല്ലാതെ മിക്സ് ചെയ്യുന്ന കാര്യം എനിക്കറിയത്തില്ലാത്ത. ഇതിനകത്ത് ആൾക്കാർ വരുന്നതാണോ എൻ്റെ അത് പേടിക്കുന്നത്? എൻ്റെ എന്തിനാ പേടിക്കുന്നത്? അവരെല്ലാം സമാധാനത്തിന് വരുന്നതാണ്. അവരാരും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്സിനൊന്നും പോകുന്നില്ല. അവർ വന്നു, കേൾക്കുന്നു, സമാധാനമായിട്ട് ഒരു വീട്ടിൽ പോകുന്നു. അത് മാത്രമേ അതിൻ്റെ ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ ഇനിയിപ്പം നാളെ ഞങ്ങൾ കയറി ഇപ്പം നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ടൊരു മത്സരത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല, അങ്ങനത്തെ ആഗ്രഹങ്ങളും. ഇപ്പൊ ഈ കാണിച്ച ഫോട്ടോ മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അന്ന് ആ പ്രോഗ്രാമിന് വേണ്ടി അതിനകത്ത് ആ ഫോട്ടോ നമ്മ പൊട്ടിങ്ങനെ മാർക്ക് ചെയ്ത് ഓറഞ്ച് കളർ, അത് അവിടുത്തെ പ്രസാദം. അപ്പൊ നമുക്കിപ്പോ അവരോട് പറയാൻ പറ്റത്തില്ല അത് മാറ്റി വെള്ള അതാണ്. അല്ലെ ഇതിനകത്ത് പൊളിറ്റിക്കൽ ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആൾക്കാർ ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ അതിൻ്റെ അത് BJP സപ്പോർട്ടുള്ള ഉണ്ടാവും, കോൺഗ്രസ് സപ്പോർട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്സും ഇല്ല. അപ്പൊ അതിൻ്റെ അകത്ത് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ അവരത് അവരുടെ പേഴ്സണൽ കാര്യം അല്ലെ. അതിനകത്ത് അങ്ങോട്ടോട് ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല അതിനെക്കുറിച്ച്. ഞങ്ങൾക്ക് ഒറ്റ ഉദ്ദേശം നമ്മള് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നമ്മള് പാട്ട് പാടുക, നമ്മള് ഹാപ്പി ആകുക, നമ്മളെ സെർവ് ചെയ്യുന്ന ഒറ്റ പർപ്പസേ ഉള്ളൂ. നമ്മളിപ്പം പല ഇന്റർവ്യൂസിന്റെയും ഇല്ലെങ്കിൽ വീഡിയോസിന്റെ ഒക്കെ താഴെ ഞാനും ഹിന്ദു തന്നെയാണ് എങ്കിലും പറയാണ് കുറെ ആൾക്കാർ ഇങ്ങനെ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം ബലപ്പെടുത്താൻ വേണ്ടി ഒരുപാട് രീതിയിൽ ഇങ്ങനെ റിലീജിയസ് ആയിക്കൊണ്ട് ആ രീതിയിൽ ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാർ ഇതിലേക്ക് വരണം. നന്ദിയുണ്ട് നന്ദഗോവിന്ദൻ ഭജൻസ്, ഹിന്ദുത്വം കുറച്ചും കൂടെ ഉറപ്പിക്കുന്നതിന് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു ജാതി മതി വ്യത്യാസം ഇല്ലാതെ തന്നെ മുസ്ലിംസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻസ് എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നത് അവർക്കൊരു അത് മതമോ ഒന്നുമല്ല, അവർക്കൊരു ഹീലിംഗും ഒക്കെയാണല്ലേ. ഞങ്ങൾ ഓസ്ട്രേലിയയിലെ പ്രോഗ്രാം നമ്മൾ ടിക്കറ്റ് അനൗൺസ് ചെയ്തു. ഫസ്റ്റ് ഡേ വിതിൻ 90 മിനിറ്റ്സിൽ സോൾഡ് ഔട്ട് ആയത് മെൽബണിലെ ഷോയിൽ. അപ്പോൾ അതിൽ അവർ ഞങ്ങളെടുത്ത് പറഞ്ഞു, ഷോ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ 50% നോൺ ഹിന്ദുസ് ആണ്, ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ്, ബാക്കിയുള്ള അവിടുത്തെ
ഇവരൊക്കെ നമ്മളെന്താ ഇവരെ കൺവേർട്ട് ചെയ്യാൻ പോകണം അല്ലല്ലോ, ഇത് അവര് പാട്ട് കേൾക്കാൻ വരുന്ന. അപ്പൊ അത് അവർക്ക് എല്ലാവർക്കും അപ്പൊ അന്നേരം അവർ റിക്വസ്റ്റ് ചെയ്തു, ചോദിച്ചു നമുക്ക് കുറച്ച് 2-3 ഹിന്ദുസ് അല്ലാതെ നമുക്കൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ അവർക്ക് വേണ്ടി പാടാം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അല്ല, അതൊരു ഓറയാണ്. നമ്മൾ അതിനകത്ത് മതവും കാര്യങ്ങളും ഒന്നും കേട്ടതില്ല. ഈ ഫൈറ്റുകൾ ക്രിസ്മസിന്റെ പാടിയിട്ടുണ്ട് നമ്മൾ പാടിയിട്ടുണ്ടോ? ഉഗാണ്ടയിൽ വെച്ചിട്ട് ഉഗാണ്ടയിൽ വെച്ച് ആ പാട്ട് ഞങ്ങൾ ആണോ? അയ്യോ, പ്രാക്ടീസ് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ അത് ഇൻസ്റ്റയില് പണ്ട് കുറെ പഴയ video. 2-3 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് 2022 അതൊക്കെ സൂഫി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങള് സൂഫി mix. സൂഫി മിക്സ് ഞങ്ങള് ഭജനുമായിട്ട് ചെയ്തിട്ടുണ്ട്. സിറിയൻ സിംഗറാണ്, സിറിയൻ പ്രോപ്പർ സൂഫി പാടുന്ന പുള്ളിയും നമ്മുടെ സമ്പ്രദായ ഭജന ഒരു പാട്ടോട് മിക്സ് ചെയ്തിട്ട് ഞങ്ങളൊരു സൂഫി മിക്സ് ഭജൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദുബായിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഈ യഹൂദിയാലും വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ, പക്ഷെ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കൊള്ളാം. കുറെ ആൾക്കാരൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, കൃഷ്ണന്റെ പാട്ട് മാത്രമേ പാടുള്ളൂ, അങ്ങനെ പല രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞോണ്ട് നന്ദഗോവിന്ദ പേരൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് കേട്ടപ്പോൾ ഹിന്ദു ഡിവോഷൻസ് ആണ് പാടുന്നത്. പക്ഷെ നമ്മൾ ഒന്നിനെയും അങ്ങനെ ആരെയും എതിർക്കാനോ വിദ്വേഷത്തിനോ ഒന്നും അല്ലല്ലോ നമ്മൾ വരുന്നത്. അപ്പം നമ്മള് ആ ഒരു വിദ്വേഷങ്ങളും ഫൈറ്റുകളും ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിനെ അത് കുറയ്ക്കാന്നുള്ള മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. അതിപ്പോ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മളിപ്പോ ഹിന്ദു ഡിവോഷന് പാടിയത് കൊണ്ട് ആർക്കും എതിരാകത്തില്ല. അങ്ങനെ ഇങ്ങനത്തെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഈ തലമുറയിലൊക്കെ ഇത്രയും നമ്മള് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ എപ്പോഴേ തലേന്ന് കളയണം. ഇൻസ്റ്റയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം ഈ താഴെ വന്ന് ഈ ഫോട്ടോ കണ്ടിട്ട് ഒറ്റ സ്ക്രോളിൽ മേളിൽ വന്നപ്പോ ഫസ്റ്റ് മമ്മൂക്കായിട്ടുള്ള ഫോട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ചേഞ്ചും ഗ്രോത്തും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാവും. അതിപ്പോ മമ്മൂക്കായിട്ടും ലാലേട്ടനൊക്കെ ആയിട്ടും ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവുമല്ലോ. അത് രസമായിരുന്നു മമ്മൂക്കയുടെ. അത് ഞങ്ങളെ ഒരു പ്രോഗ്രാമിൽ പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ആൻഡോ ചേട്ടൻ വിളിച്ചു, ആൻഡോ ജോസഫ്. അദ്ദേഹം പറയുന്ന രാധ കേട്ടിട്ടാണ് വിളിച്ച് എന്നെ വിളിച്ച് സംസാരിച്ചേക്കെ. അതിനുശേഷം കഴിഞ്ഞ ദിവസം വിളിച്ചു. ഇവിടെ 27-ാം തീയതി ഇന്ന് നമ്മുടെ പ്രോഗ്രാം മമ്മൂക്കയാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് നേരെ പറയുന്നത് അനുചേട്ടൻ പറഞ്ഞത് മമ്മൂക്കയാണ് ഞാൻ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. മമ്മൂക്ക ഒരു ഹലോ വെച്ചു. എനിക്ക് എന്താ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ മമ്മൂക്ക പറഞ്ഞു അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ഞാൻ പാട്ടൊക്കെ കാണാറുണ്ട്, സൂപ്പറാണ്, നിങ്ങളുടെ എല്ലാവരുടെയും വൈബ് എല്ലാവരും ഒരുമിച്ച് ഭയങ്കര രസമാണ് കാണാനൊക്കെ പറഞ്ഞു നമുക്ക് പറഞ്ഞു. അത് ഭയങ്കര ഒരു അവാർഡാണ്. എന്താ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവരോട് പറഞ്ഞ ആരും വിശ്വസിക്കുന്നില്ല. ഹലോയിൽ എന്റെ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ ദുബായിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ ദുബായിലാണ്. അപ്പൊ നമുക്ക് ദുബായിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മളുടെ ഒരു പ്രമോദ് പറഞ്ഞ ചേട്ടനുണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ട്, മമ്മൂക്കയുണ്ട്. ഇതുപോലെ ഞാൻ അവിടെ ചെന്ന് രാവിലെ ഇന്നും ഉറങ്ങുമായിരുന്നു. എനിക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു. എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു കോള് വരുന്നു, മമ്മൂക്കയുടെ ഉണ്ട് വരുന്നു, കാണാനായിട്ട് വരുന്നു ചോദിച്ചു. ഓഫ് കോഴ്സ് ചെന്ന് നേരിട്ട് കണ്ടു, സംസാരിച്ചു. അന്നെടുത്ത ഫോട്ടോ ആണ്. ലാലേട്ടനായിട്ടും കണക്ഷൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഡെഫിനറ്റ്ലി. ലാലേട്ടൻ്റെ നേരിട്ട് സംസാരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോ ചിലപ്പോൾ അത് ഏറ്റവും നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് എന്തായാലും നന്ദഗോവിന്ദന്റെ ഫാൻസ് ആണ്. ആദ്യം ഫസ്റ്റ് മെസ്സേജ് സെലിബ്രിറ്റി ആരാണെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കണക്ട് ചെയ്ത ഫസ്റ്റ് കണക്ട് ചെയ്ത അനുശ്രീ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ അതിനുശേഷം ഇപ്പൊ കുറെ നേരമായില്ലേ? ജയറാമേട്ടൻ നമ്മള് സ്ഥിരം വീഡിയോസ് എടുത്ത് അയക്കാറുണ്ട്. കാരവനിലേക്ക് നമ്മുടെ പാട്ട് കേട്ടോണ്ട് ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ഇടുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ജയറാമേട്ടൻ നമ്മുടെ പാട്ടുകളാണ്. സത്യം പറഞ്ഞാൽ ഒരു വലിയ മിസ് ഉണ്ടായി കേട്ടോ. അമ്പലപ്പുഴ വന്നപ്പോ തന്നെ ജയറാമേട്ടൻ അമ്പലപ്പുഴ അത് പാടെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് ടൈം ഭയങ്കര ഷോർട്ട് ആയിരുന്നല്ലേ. ഞങ്ങൾ ആ പാടി വന്നപ്പോ ഈ പാട്ടിന്റെ കാര്യം വിട്ടും പോയി. അതെ അത് നല്ല രസമുണ്ടായിരുന്നു, റീച്ച് ആയിരുന്നു. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പം കുറേ ആൾക്കാര്, കുറെ പെൺകുട്ടികൾ ഭജൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ എല്ലാവരുടെയും വലിയൊരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ. അപ്പൊ അവർക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ വളർന്ന് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഉപദേശമോ എന്തെങ്കിലും ഒരു നല്ല പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും അവരോട്? കൺസിസ്റ്റൻസി ഈസ് ദ കീ. കാര്യം എന്താണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ ഡൂയിങ്. കാര്യം പ്രശ്നങ്ങളുണ്ടാകും. നമ്മളൊന്നും ഭയങ്കര സ്ട്രെയിറ്റ് മേളിലേക്കുള്ള ഗ്രാഫിക്കൂടെ വന്ന ആൾക്കാരൊന്നുമല്ല. ആദ്യം കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഒരു ചില വർഷത്തിലോ ഒരു പ്രോഗ്രാമോ 2 പ്രോഗ്രാം ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നവീൻ ദുബായിക്ക് പോയി, ഞാൻ ദുബായിക്ക് പോയി ജോലിക്കായിട്ട്.
അപ്പൊ ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങി ഇല്ല നന്ദോന്ത് ഇല്ല, നന്ദോന്ത് ഇപ്പൊ പ്രോഗ്രാം ചെയ്യുന്നില്ല അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അതെ അവർ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇയർലി മന്ത്ലി അല്ലേ മതി, ഇയർലി 1 or 2 പ്രോഗ്രാംസ് അങ്ങനെ ഒരു ലെവൽ വരെ നമ്മൾ താഴേക്ക് വന്നതാണ്. അവിടെ നിന്നാണ് ഈ ഗ്രാഫ് വീണ്ടും നമ്മള്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു, ഞങ്ങളെ പാട്ടുകൾ പാടുമായിരുന്നു, പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് വീണ്ടും അതേ പറഞ്ഞത്, അത് നമ്മളെ പെർസിസ്റ്റൻസ്, നമ്മളത് വിടരുത്. എന്താണോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു വൈറലായി സമയത്തായിരിക്കും നമ്മൾ കണ്ടേക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് സെഷൻ വീഡിയോസ്, പ്രോഗ്രാംസ് ഇല്ലാതിരുന്ന സമയത്ത്. അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് സർക്കിൾ അന്നും ഉണ്ട്. നമ്മൾ അന്ന് പ്രോഗ്രാം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവരും പല വഴിക്ക് പോകല്ലേ ഇത്. ഈവൻ നവീൻ നാട്ടിൽ വരുന്ന സമയത്തല്ല, ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ വീഡിയോസ് ചെയ്ത് അത് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ പാടി മിക്സ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയല്ല, അതാ പറഞ്ഞത്, അത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കയറി വരാല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും ഈ ഒരു ഭജൻ ഇത്രയും കൊണ്ടുവരുന്നതിന്റെ ഇടയ്ക്ക്? ഓഡിയൻസ് ഇല്ലായ്മ. ഇതിന് വേണ്ടിയിട്ട് ഭജൻ എന്നുള്ളൊരു കാറ്റഗറിക്ക് ഓഡിയൻസ് ഇല്ല. അപ്പം അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും പ്രശ്നം. കാര്യം നമ്മൾ പോയിട്ട് നമ്മൾ മാത്രമുള്ള രീതിയിൽ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററും മാത്രമൊക്കെ ഉള്ള വേദികളുണ്ടായിട്ടുണ്ട്, അവരില്ലാത്ത വേദികളുണ്ടായിട്ടുണ്ട്. സൗണ്ടുകാരും ഞങ്ങൾ മാത്രം. പക്ഷെ ഞങ്ങൾ ഈ എനർജി തന്നെ പാടും. 2 മണിക്കൂർ എന്തായാലും പാടും. ആരും ഇല്ലെങ്കിലും ഞങ്ങൾ 2 മണിക്കൂർ അവർ പ്രോഗ്രാമിന് വിളിച്ചു, നമ്മൾ പോയി പാടുക. നമ്മുടെ കൂട്ടത്തിൽ ഒരു ചേട്ടൻ പറഞ്ഞു, ഒരു സ്ഥലമുണ്ട് ആ പ്രോഗ്രാമിന്, വില്ലൂന്നിയിലല്ലായിരുന്നു, മറ്റേ മേളിലേക്ക് പൊടിയിട്ട താഴെ വീഴത്തിൽ അത് ജനമായിരിക്കുന്നത്. അന്ന് ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ അതാണ് അവസ്ഥ അല്ലേ. ഇപ്പൊ എന്തുമാത്രം ക്രൗഡാണ്, നമുക്ക് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും ഉപേക്ഷിക്കാനുണ്ടല്ലേ, അതാണ് കൺസിസ്റ്റൻസി എന്ന് നവീൻ പറഞ്ഞത്. അന്നത് ഉപേക്ഷിക്കാൻ എളുപ്പമായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഈ വൈറൽ കാര്യങ്ങളോ അതൊന്നും എടുത്ത് തലയിലേക്ക് വെക്കരുത്. ഇതൊന്നും അല്ല നമുക്ക് തരാൻ പോകുന്ന റിസൾട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ നാളത്തെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കണം ഇന്ന് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിൽ ഇങ്ങനെ റാൻഡം ആയിട്ട് നിങ്ങൾ സ്പോട്ടിൽ ചെയ്ത് പാടിയെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ആ സീരിയലൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ പാട്ടിന്റെ ടൈറ്റിൽ സോങ് വരാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അപ്പൊ അത് എനിക്കൊന്ന് ലൈവായിട്ട് പാടിത്തരും, അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. कर्पूरगौरं करुणावतारं संसारसारं भुजगेन्द्रहारं कर्पूरगौरं करुणावतारं संसारसारं भुजगेन्द्रहारं सदा वसन्तं